ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിലുള്ളത് നമ്മുടെ അയൽ രാജ്യമായ കിർഗിസ്ഥാനിലെ കാഴ്ചകൾ ആണ്. ഡൽഹിയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ കിർഗിസ്ഥാൻ്റെ തലസ്ഥാനമായ ബിഷ്കെക്കിലെത്താം. ഇവിടെയുള്ള ഒരു പ്രധാന നാഷണൽ പാർക്കാണ് അല അർച്ച. 200 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നു. 4895 മീറ്റർ ഉയരത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടായ സാബു സെബാസ്റ്റ്യനും കൂടിയാണ് ഞങ്ങൾ ഈ നാഷണൽ പാർക്ക് കാണാൻ ഇന്ന് വന്നേക്കുന്നത്. ഞങ്ങൾ ഇവിടം കണ്ട് തിരിച്ചു വരുമ്പോൾ ഈ മലയാളികളെ ഞങ്ങളിവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഇവർ അബുദാബിയിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഞങ്ങൾ എപ്പോഴും ഒരു 2 മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ടൂർ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് ബിഷ്കേക്കിലാണ്, കിർഗിസ്ഥാൻ്റെ തലസ്ഥാനമായ ബിഷ്കേക്കിലാണ്. ഇവിടെ ഒരു 4 ദിവസം നിൽക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇന്നലെ അതായത് 17-ാം തീയതി നമ്മൾ അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടു. ഇന്നലെ രാത്രി ഒരു 5 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ്. എന്നാലും വൈകിട്ട് 9:25 ബിഷ്കേക്കിൽ ലാൻഡ് ചെയ്തു. നമ്മൾ വിസ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9:55 പുറത്തിറങ്ങി. ധാരാളം മലയാളികൾ ഈ രാജ്യം സന്ദർശിക്കുന്നുണ്ട്. ഇവരെല്ലാം മാഹിക്കാരാണ്. അതേപോലെ ഇതെല്ലാം കിർഗിസ്ഥാനാണ്. അതുപോലെ കസാഖിസ്ഥാൻകാർ എല്ലാം ഇവിടെ ധാരാളം സന്ദർശിക്കുന്നുണ്ട്. വിൻ്ററിൽ ഇവിടുത്തെ കാലാവസ്ഥ -20 വരെയാണ്. എല്ലായിടത്തും നല്ല തിക്കായിട്ട് ഐസ് മൂടിക്കിടക്കും. ഇവിടുത്തെ ഒരു മാർക്കറ്റിലോട്ട് വന്നതാണ് ഞങ്ങൾ. ഇത് മാർക്കറ്റിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുത്തെ റൊട്ടിയാണിത്. എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അത് ചൂടാക്കി എപ്പം വെള്ളം കഴിക്കാം. ഇതിവിടെയുള്ള അരിയുടെ വിലയാണ് 220 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 200 രൂപ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ അരിയേക്കാളും 4 ഇരട്ടി വില, 5 ഇരട്ടി വിലയുണ്ട് ഇവിടുത്തെ ഓരോ അരികൾക്കും. ഇവിടുത്തെ ടുബാക്കോയാണ്. അത് കറുപ്പുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു മാർക്കറ്റിൽ തന്നെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. പഴങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ തരം പഴങ്ങളും ഉണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പഴങ്ങളും ഇവിടെ ധാരാളം കാണുന്നുണ്ട്. കൂണുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ പയർ വർഗ്ഗങ്ങൾ, പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ, കറുപ്പാണ്, കറുപ്പ്. അത് പല കളറിൽ പല വിലയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് മുട്ടായികൾ,
അത് ഹോഴ്സിൻ്റെ മീറ്റാണ്. അവരത് സോസേജ് ആക്കി വെച്ചേക്കുന്നു, അത് ഫ്രൈ ആക്കി വെച്ചേക്കുന്നു. ഹോഴ്സ് മീറ്റാണത്. കുതിരയുടെ ഇറച്ചി സോസേജ് ആക്കിയിട്ട് വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. റൊട്ടികൾ, അതുപോലെ ഇറച്ചികൾ എല്ലാം നമുക്ക് ആവശ്യാനുസരണം കിട്ടും. ഇത് പല കളറിൽ ഫാൻ വെച്ചേക്കുന്നതാണ്. അതിവിടെയുള്ള റൊട്ടിയാണ്. റൊട്ടി പല ഡിസൈനിൽ വെച്ചേക്കുന്നു. കിർഗിസ്ഥാൻ പാർലമെൻറ്റ് മന്ദിരമാണ് ഈ കാണുന്നത്. കിർഗിസ്ഥാൻ്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നിന്ന് 2.5 മണിക്കൂർ കാർ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസാഖിസ്ഥാൻ്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ അൽമാട്ടിയിലെത്താം. ഷെയർ ടാക്സിക്ക് 1000 രൂപ ചാർജ് കൊടുത്താൽ മതി. ഷെയർ ടാക്സിയിൽ നമുക്ക് അവിടെ എത്താം. അവിടെ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്. വിസയ്ക്ക് പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അൽമാട്ടിയിൽ നിന്ന് നമുക്ക് ഡൽഹിക്ക് വരണമെങ്കിൽ ഫ്ലൈറ്റുണ്ട്. ദിവസേന ഫ്ലൈറ്റ് ഡൽഹിയിലോട്ടുണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് അബുദാബി വഴി ആണെങ്കിലും തിരിച്ച് പോകാൻ പറ്റും. അബുദാബിയിൽ നിന്ന് കൊച്ചിക്ക് ഫ്ലൈറ്റുണ്ട്. അൽമാട്ടി അബുദാബി, അബുദാബി കൊച്ചി, അല്ലെങ്കിൽ അൽമാട്ടി ഡൽഹി, ഡൽഹി കൊച്ചി ഫ്ലൈറ്റ് നമുക്ക് പിടിക്കാവുന്നതാണ്. കസാഖിസ്ഥാൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.